2008 രാജ്യം നടുങ്ങിയ മാലഗോവ് സ്ഫോടനത്തിലെ ആ കേസിൽ പ്രതികളായ മുഴുവൻ ആളുകളെയും ഇന്ന് വിചാരണ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. NI കോടതിയുടേതാണ് ഉത്തരവ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2008 ഈ സ്ഫോടനം നടക്കുന്നത്. സ്ഫോടനത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 100-ഓളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഈ ഒരു സംഘപരിവാറുമായി ബന്ധമുള്ള ആളുകളെ പ്രതി ചേർത്ത ആദ്യത്തെ സംഭവമായിരുന്നു ഈ മാലഗോവ് സ്ഫോടനം എന്നുള്ളത്. നമുക്കറിയാം, പരമ്പരാഗതമായി ഇന്ത്യയിൽ അനവധി സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്, അനവധി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്, ഭീകരാക്രമണങ്ങളായാണ് ഇതൊക്കെ കണക്കാക്കപ്പെടുന്നത്. പക്ഷെ ഈ കേസുകളിലൊക്കെ സംഭവിക്കാറ് സാധാരണഗതിയിൽ ചില മുസ്ലിം യുവാക്കളെ പ്രതി ചേർക്കുകയും അവരെ പിടിച്ചു കൊണ്ടുപോവുകയും വർഷങ്ങളോളം UAP അടക്കമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ, ടാറ്റയും പോടയും അടക്കമുള്ള മുൻകാല നിയമങ്ങൾ ഉപയോഗിച്ച് അവരെ ജയിലിലടക്കുകയും വർഷങ്ങളോളം വിചാരണ കൂടാതെ തടവിലിടുകയും തുടർന്ന് നീണ്ട 10-20 വർഷങ്ങൾക്ക് ശേഷം അവർ നിരപരാധികളാണെന്ന് കണ്ട് മോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുള്ളത്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ മുംബൈ സ്ഫോടനമാണ് അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. മുംബൈയിൽ ട്രെയിൻ സ്ഫോടനം നടത്തിയ എന്നതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിചാരണ കോടതി വിധിച്ചിരുന്ന നിരവധി ആളുകളെ, മിക്കവാറും എല്ലാ ആളുകളെയും വധശിക്ഷയും ജീവപര്യന്തമൊക്കെ വിധിച്ചിരുന്ന ആളുകളെ അന്ന് ആ കോടതി വെറുതെ വിട്ടിരുന്നു, അഥവാ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. അവർക്കെതിരെയുള്ള തെളിവുകൾ നിലനിൽക്കുന്നില്ല എന്നും അന്വേഷണ ഏജൻസികൾ അവരെ പീഡിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് മൊഴിയെടുത്തുകൊണ്ടാണ് അവരെ പ്രതി ചേർത്തത് എന്നുമാണ് കോടതി നിരീക്ഷിച്ചത്, അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സംഭവം നമുക്കറിയാവുന്നത്. അത്തരത്തിൽ ഇപ്പോൾ സംഘപരിവാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതി ചേർക്കപ്പെട്ട ആദ്യത്തെ കേസായിരുന്നു ഈ മാലഗോവ് സ്ഫോടന കേസ് എന്നുള്ളത്. 2008 UPA ഭരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അന്നത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ UPA ഭരിക്കുമ്പോൾ രാജ്യവ്യാപകമായിട്ട് ഇത്തരം സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. ഓരോ സിറ്റിയിലും, മുംബൈയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും, മാലഗോവ്, മക്ക മസ്ജിദ്, സംജോത എക്സ്പ്രസ്, അജ്മീർ ദർഗ തുടങ്ങിയ പല സ്ഫോടനങ്ങൾ ഇന്ത്യയിൽ നടന്നു. അത്തരത്തിൽ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് അത് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള അന്തരീക്ഷം ഓരോ സ്ഫോടനങ്ങൾക്ക് ശേഷവും രാജ്യത്ത് ഉണ്ടാവാറുണ്ട്. കാരണം മുസ്ലിങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളാണ് ഇത് എന്നുള്ള രീതിയിലാണ് ഇത്തരം വാർത്തകൾ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. അന്വേഷണ ഏജൻസികളും അത്തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അഥവാ അന്വേഷണ ഏജൻസികൾ പ്രതി ചേർത്ത് കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കാറുള്ളത് മുസ്ലിങ്ങളെയായിരുന്നു. അതിൽ നിന്നും വിഭിന്നമായ ഒരു സംഭവമാണ് മാലഗോവ് സ്ഫോടനത്തിൽ നടന്നത്. മാലഗോവ് സ്ഫോടനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്ഫോടന പരമ്പരകളുടെ ഗതി നിർണ്ണയിച്ച ഒരു സ്ഫോടന പരമ്പരയായിരുന്നു മാലഗാവിലേത്. മാലഗാവ് സ്ഫോടനത്തിൽ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ അടക്കം, ശ്രീകാന്ത് പുരോഹിത് അടക്കം, അതായത് നേരത്തെ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ശ്രീകാന്ത് പുരോഹിത് എന്നുള്ള വ്യക്തി അവിടെ നിന്നും RDX മോഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു സ്ഫോടനം നടത്തിയത് എന്നതാണ് അന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ. ഇത് കണ്ടെത്തിയത് ഹേമന്ത് കർക്കരെ എന്ന മഹാരാഷ്ട്ര ATS ഉദ്യോഗസ്ഥനായിരുന്നു. ആദ്യം ഈ സ്ഫോടനങ്ങൾക്ക് നടന്നതിന് ശേഷം വ്യാപകമായിട്ട് വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾ മുസ്ലിങ്ങൾക്ക് നേരെയാണ് നടത്തിയിട്ടത്. അന്ന് നടന്നത് അന്വേഷണ ഏജൻസികളുടെ അതുമായി ബന്ധപ്പെട്ടത്. പിന്നീട് ഈ കേസിന്റെ മേൽനോട്ടം അഥവാ ഈ കേസിന്റെ അന്വേഷണ ചുമതല ഹേമന്ത് കർക്കരെ ഏറ്റെടുത്തു. ഹേമന്ത് കർക്കരെ ഏറ്റെടുത്തതിന് ശേഷം വ്യാപകമായിട്ട് ഇതിൽ കൃത്യമായിട്ട് ചില കണ്ടെത്തലുകൾ നടത്തി. രാജ്യത്ത് തന്നെ ഞെട്ടിച്ച കണ്ടെത്തലുകളായിരുന്നു അത് എന്നുള്ളത്. അതായത് ഈ കേസിന് പിന്നിൽ പ്രജ്ഞാ സിംഗ് ഠാക്കൂറും അതുപോലെ തന്നെ കേണൽ ശ്രീകാന്ത് പുരോഹിതും അതുപോലെ തന്നെ അസീം ആനന്ദയും ഇങ്ങനെ ഉൾപ്പെടുന്ന വലിയൊരു സംഘപരിവാറുമായി ബന്ധമുള്ള ആളുകളാണ്. പലരും RSSുമായി ബന്ധമുള്ള ആളുകളാണ്. ഇവരാണ് ഈ സ്ഫോടനം നടത്തിയത്. ഈ സ്ഫോടനം നടത്തിയതിന് പിന്നിൽ അവർക്ക് ഒരു ഹിന്ദുത്വ രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സ്ഫോടനങ്ങൾ നടത്തിയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ RDX കൊണ്ടുവന്നതും മോട്ടോർ സൈക്കിളിൽ സ്ഥാപിച്ചതും ഇതിനു വേണ്ട പിന്നണി പ്രവർത്തനങ്ങൾ നടത്തിയതും ഗൂഢാലോചന നടത്തിയതും സൗകര്യങ്ങളും ചെയ്തത് കൊടുത്തതുമായ നിരവധി ആളുകളാണ്, സംഘപരിവാറുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടത്. പക്ഷേ പിന്നീട് ഹേമന്ത് കർക്കരെ മുംബൈയിൽ വലിയ രീതിയിലുള്ള ഒരു ഭീകരാക്രമണം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ദുരൂഹമായി അവിടെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഹേമന്ത് കർക്കരെയുടെ വധവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മഹാരാഷ്ട്ര DIG ഒരു പുസ്തകം ഇറക്കിയിരിക്കുന്നു, ഹൂ കിൽഡ് കർക്കരെ എന്നതിന്റെ പേരിൽ. അതിൽ അദ്ദേഹം പല അനുമാനങ്ങളും കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പല രീതിയിലുള്ള സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും
മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഹേമന്ത് കർക്കരെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ ഒരു കേസിന്റെ അന്വേഷണ ചുമതല NIA ഏറ്റെടുക്കുകയാണ് ചെയ്തത്. NIA ഏറ്റെടുത്തതിന് ശേഷം ഈ ഒരു വിഷയത്തിൽ കോടതികളിൽ ബാക്കിയുള്ള നടപടികൾ നടത്തിയത് NIA ആണ്. ഏതായാലും ഹേമന്ത് കർക്കരയുടെ മരണത്തിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ഈ മാലഗാവിൽ സ്ഫോടനം നടത്തിയ അതേ ശക്തികൾ തന്നെയാണ് മക്ക മസ്ജിദിലും സംജോത എക്സ്പ്രസിലും അതുപോലെ തന്നെ അജ്മീർ ദർഗയിലും സ്ഫോടനം നടത്തിയതെന്ന്. അതായത് രാജ്യത്തെ വിവിധ മുസ്ലിം പ്രദേശങ്ങളിൽ ഈ മാലഗാവ് അടക്കമുള്ള സംജോത എക്സ്പ്രസ് അടക്കമുള്ള അല്ലെങ്കിൽ ഈ അജ്മീർ ദർഗ അടക്കം മക്ക മസ്ജിദ് അടക്കമുള്ള കാര്യങ്ങളിൽ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇവരാണെന്ന് ഈ ഹിന്ദുത്വ തീവ്ര വർഗീയവാദികളാണ് എന്നാണ് ഹേമന്ത് കർക്കരയുടെ കണ്ടെത്തൽ എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന P. ചിദംബരം രാജ്യത്ത് കാവ്യഭീകരതയുണ്ട് എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞത് വലിയ വിവാദങ്ങളായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യം നടുങ്ങിയ സ്ഫോടനങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥ ശക്തികളെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നുള്ള വലിയ ആവശ്യങ്ങൾ അന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന UPA സർക്കാർ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ അത് ഗൗരവമായി കാണാതിരിക്കുകയും തൽഫലമായി 2014 വരെ ഇന്ത്യയിൽ ഉണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് രാജ്യം അപകടത്തിലാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും ആ പ്രതീതിയിൽ BJP വളരെയധികം മുമ്പോട്ട് പോവുകയും ചെയ്തു. അതായത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ പല സ്ഥലങ്ങളും ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു. അത് കൈകാര്യം ചെയ്യാൻ അന്നത്തെ ഭരണകൂടമായ കോൺഗ്രസ് ഭരണകൂടത്തിനും അവരുമായി ബന്ധപ്പെട്ട UPA സഖ്യങ്ങൾക്കും കഴിവില്ല എന്നും രാജ്യം അപകടത്തിലാണ് എന്നുമുള്ള ഒരു വലിയൊരു വാക്കുകളാണ് അല്ലെങ്കിൽ അത്തരം ഒരു വാക്യങ്ങളാണ് സംഘപരിവാറിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് 2014 നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുന്നത്. ഇത്തരം ഒരു സാഹചര്യം അന്ന് ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഈ കേസിൽ മാലഗാവിൽ നടന്ന ഈ സ്ഫോടന കേസിലാണ് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ഈ ആളുകളെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. സ്വാമി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ അടക്കം അല്ലെങ്കിൽ മറ്റു ശ്രീകാന്ത് പുരോഹിത് അടക്കം അതുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ തന്നെ 4ഓളം ആളുകളെ ഒഴിവാക്കണമെന്ന് NIA ആവശ്യപ്പെട്ടിരുന്നു. അത് കോടതി ഒഴിവാക്കി കൊടുത്തിരുന്നു. അതുകൂടാതെ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെയും ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് NIA ആവശ്യപ്പെട്ടു. പക്ഷെ അത് കോടതി അംഗീകരിച്ചില്ല. പക്ഷെ ഇപ്പോൾ നിലവിൽ കോടതി പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കോടതി ചില കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അന്വേഷണത്തിൽ പിഴവുണ്ടായി, NIA പരാജയമാണെന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. വിരലടയാളമോ ശാസ്ത്രീയമോ തെളിവ് ശേഖരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രജ്ഞാ സിംഗിന്റെ അറിവോടെയാണ് സ്ഫോടനം എന്നതിന് തെളിവില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള കോടതി നിരീക്ഷിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. മുഖ്യപ്രതി കേണൽ പുരോഹിത് സ്ഫോടന വസ്തു വാങ്ങിയതിന് തെളിവില്ല, അത് ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പ്രതിയോഗികൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമം പ്രായോഗിക്കാനായില്ല. ദൃക്സാക്ഷികൾ മൊഴി മാറ്റിയിട്ടുണ്ട്. ഗൂഢാലോചന തെളിയിക്കാനായില്ല. UAPA നിലനിൽക്കില്ല. ഇതൊക്കെയാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ. അഥവാ അന്വേഷണ ഏജൻസികളും പ്രോസിക്യൂഷനും ഈ കേസിൽ കൃത്യമായിട്ട് തെളിവ് നൽകുന്നതിലും കേസ് നടത്തിപ്പിലും പരാജയമാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാന വിമർശനമായിട്ട് കോടതി ഉന്നയിക്കുന്നുള്ളത്. പൊതുസമൂഹത്തിന്റെ താല്പര്യം നോക്കി പ്രതികളെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ കഴിയില്ല എന്നും കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് അസീമാനന്ദയെ പറ്റിയാണ്. സ്വാമി അസീമാനന്ദ കാരവൻ മാഗസിന് മുമ്പിലും അതുപോലെ തന്നെ മറ്റു അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലും ഈ കേണൽ ശ്രീകാന്ത് പുരോഹിതാണ് ഈ സൈന്യത്തിൽ നിന്നും RDX മോഷ്ടിച്ച് ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്തിയത് എന്നുള്ള രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു, കുറ്റസമ്മതങ്ങൾ നടത്തിയിരുന്നു. അതിനെ തുടർന്നൊക്കെയാണ് ഈ 11ഓളം പേര് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യാനും ഹിന്ദു രാഷ്ട്രത്തിന് വഴിയൊരുക്കാനുമാണ് സ്ഫോടനം നടത്തിയത് എന്ന് പ്രതികൾ ആ സമയത്ത് ഈ അസീമാനന്ദ വെളിപ്പെടുത്തലായിട്ട് നടത്തിയിട്ടുണ്ട്. കാരവാൻ മാഗസീനിലൊക്കെ വന്ന കാര്യമാണത്. ഏതായാലും ഇത്തരം ഒരു സാഹചര്യമാണുള്ളത്. പിന്നീട് ഇതേ കേസിൽ തന്നെ ഒരു NIAയുടെ അഭിഭാഷകയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന കേസായിരുന്നു ഇന്ന് വെറുതെ വിട്ടത് എന്നുള്ളത്. അഥവാ തെളിവുകൾ നൽകുന്നതിൽ അന്വേഷണ ഏജൻസികൾ പരാജയപ്പെടുകയും അത്തരം കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടാവുകയും അതുമൂലം കോടതി ഈ കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിടുകയുമാണ് ചെയ്തത്. ഏതായാലും രാജ്യം വീണ്ടും നടുങ്ങിയ മറ്റൊരു സ്ഫോടനത്തിൽ കൂടി
അതിൽ പ്രതികളാക്കി ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഈ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ പിന്നീട് BJP ടിക്കറ്റിൽ ഭോപ്പാലിൽ നിന്നും, മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നും മത്സരിക്കുകയും അവർ MP ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് അവര് ഈ ഭോപ്പാൽ മണ്ഡലത്തിൽ മത്സരിക്കുകയും ഏകദേശം ഭൂരിപക്ഷം 3.5 ലക്ഷമോ 4 ലക്ഷത്തിനടുത്തുള്ള ഭൂരിപക്ഷമാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂറിന് അന്ന് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ലഭിച്ചത്. അഥവാ അവർ ജനകീയ പിന്തുണയോടുകൂടി പാർലമെന്റിൽ എത്തുന്ന സാഹചര്യവും രാജ്യത്തുണ്ടായി എന്നതാണ്. പിന്നീട് പാർലമെന്റിൽ അവർ MP ആയി കൃത്യമായിട്ട് ഹാജരാവാത്ത വിഷയങ്ങളൊക്കെ മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഇനി ചിലപ്പോൾ അവർ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയോ മറ്റുള്ള സ്ഥാനങ്ങളിലേക്കോ എത്തപ്പെട്ടേക്കാം. സംഘപരിവാറുമായി അടുത്ത് ബന്ധമുള്ള ആളായതുകൊണ്ട്, സംഘപരിവാറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുമായതുകൊണ്ടാണ് BJP അവർക്ക് ടിക്കറ്റിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തത്. അവർ പാർലമെന്റിൽ എത്തുകയും, അഥവാ ഇന്ത്യയിലെ ഒരു സ്ഫോടന കേസിൽ കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികൾ കുറ്റവാളിയാണ് എന്ന് തെളിവ് കണ്ടെത്തിയ, അല്ലെങ്കിൽ അത്തരം കോടതികളിൽ പ്രതി ചേർക്കപ്പെട്ട് കോടതികളിൽ എത്തിയിട്ടുള്ള പ്രതിസ്ഥാനത്തുള്ള ആളെ അവർ രാജ്യത്ത് സ്ഫോടനം നടത്തി നിരവധി ആളുകളെ കൊലപ്പെടുത്തി എന്നുള്ള കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ആളെ കൃത്യമായിട്ട് BJP ഭോപ്പാലിൽ അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രത്തിൽ തന്നെ സീറ്റ് കൊടുക്കുന്നു. അവർക്ക് 3.5 ലക്ഷം മുതൽ 4 ലക്ഷത്തിനടുത്തുള്ള ഭൂരിപക്ഷം ലഭിക്കുന്നു. അവർ പാർലമെന്റിലേക്ക് എത്തുന്നു. അങ്ങനെ അവർ ഇന്ത്യയുടെ നിയമപ്രക്രിയ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തിൽ, രാജ്യത്തെ നിയമങ്ങൾ എപ്രകാരമാകണമെന്ന് തീരുമാനിക്കുന്ന ഒരു സഭയിൽ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ പോലെയുള്ള ആളുകൾ എത്തുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷവും 2014 ശേഷം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായി എന്നതാണ് ഇതിൽ കാണേണ്ട പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത്. ഏതായാലും വിധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ അപ്പീലിന് പോകുമോ, അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.